നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മറ നീങ്ങാതെ ദുരൂഹത. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികളെന്ന് അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. വ്യവസായി വിജയ് മല്യ 1998 ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പവും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. 2019 സ്വർണം പൂശാൻ നൽകിയത് 12 ചെമ്പുപാളികളാണെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഇക്കാര്യം അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും ശരിവെക്കുന്നു. അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിള് ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. എന്നാൽ ഇത് ചെമ്പുപാളികളല്ലെന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ തെളിവുകളില്ല. ദാരുശില്പത്തിൽ നിന്ന് പാളികൾ ഇളക്കിയെടുത്തപ്പോൾ ചെമ്പുപാളികളെന്നാണ് ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42.8 കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4.41 കിലോ കുറഞ്ഞു. 1998-നും 2019-നും ഇടയിൽ എന്തു സംഭവിച്ചുവെന്നതിലും ദുരൂഹത ബാക്കി. ദ്വാരപാലക ശില്പ പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണെന്ന് മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പറഞ്ഞു. അല്ല, ഇപ്പോൾ ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്. അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെല്ലാം പണപ്പിരിവ് നടത്തി? യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയോ? ഇടനിലക്കാർ വേറെയുണ്ടോ? ശബരിമലയിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിക്കാനെടുത്ത 30-ലേറെ ദിവസം ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എവിടെയായിരുന്നു? ചോദ്യങ്ങളേറെ. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വ്യവസായി വിജയ് മല്യയുടെ പ്രതിനിധി. 2 ദ്വാരപാലക ശില്പങ്ങളിലുമായി 1999 5 കിലോ സ്വർണം പൂശിയെന്ന് സെന്തിൽ നാഥൻ പറഞ്ഞു. 2019 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കിട്ടിയത് പുതിയ ചെമ്പ് എങ്കിൽ 1999 പൂശിയ സ്വർണം പൂശിയ പാളി എവിടെ എന്നും ചോദ്യം. 30.3 കിലോസ് യൂസ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ദ റെക്കോർഡ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 10 തൊട്ട് 12 കിലോ വരും ടോപ്പ് റൂഫിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 2 കിലോ അടുത്ത് കലശങ്ങൾക്കെല്ലാം 2 തൊട്ട് 3 കിലോ വരും 3 കലശത്തിനും യൂസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതിനുശേഷം ദ്വാരപാലകർക്ക് ഒരു 5 കിലോസ്, പിന്നെ ഡോറ് നിലപ്പടിയെല്ലാം ഒരു 5 തൊട്ട് 6 കിലോ ആയിരിക്കും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചരിത്രങ്ങൾക്കെല്ലാം അങ്ങനെ എല്ലാം മൊത്തത്തിലാണ് 30.3 കൊടുത്തിരിക്കുന്നത്. 1999 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചിത്രം 24 ലഭിച്ചു. ചിത്രങ്ങളിൽ സ്വർണം പൂശിയതാണെന്ന് വ്യക്തവുമാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് പുറമെ ശബരിമല തങ്കകവാടം ഉപയോഗിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തി. ബംഗളൂരുവിലും ചെന്നൈയിലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഇവ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയതാണ് വിവരം. ചെന്നൈയിലെ ചടങ്ങിൽ നടൻ ജയറാമിനെയും ഉപയോഗിച്ചു. നടൻ തന്റെ പൂജാമുറിക്ക് മുന്നിൽ തങ്കകവാടം 15 മിനിറ്റ് വച്ചിരുന്നുവെന്ന് ജയറാം 24-നോട് പറഞ്ഞു. സമ്പന്നരായ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2019 സ്വപ്ന ദർശനമെന്ന് പറഞ്ഞാണ് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. ഒപ്പം വിജയ് മല്യ സ്വർണം പൂശി നൽകിയ ശ്രീകോവിൽ കവാടം മാറ്റണമെന്നും സ്പോൺസർ ഉണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതിയും നൽകി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ച് പണം ഈടാക്കി. തങ്കകവാടം ആന്ധ്രയിലെ വ്യവസായിയുടെ സംഭാവനയായിരുന്നു. കവാടം സ്വർണം പൂശിയ ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢതന്ത്രങ്ങൾ. അയ്യപ്പ ഭക്തരായ നടൻ ജയറാം, ഗായകൻ വീരമണി രാജു, വ്യവസായി കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂജാ ചടങ്ങ്. പിന്നാലെ ജയറാമിന്റെ വീട്ടിലേക്ക്. ഇത് പോകുന്ന വഴി എന്റെ വീട് അവിടെയാണ്. അവിടെ ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്നതല്ലേ. അപ്പോ പിന്നെന്താ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മിനിറ്റ് എന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്റെ പൂജാ റൂമിന്റെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവര്. കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തങ്കകവാടം പ്രദർശനത്തിന് വെച്ചു. ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം ഇങ്ങനെ: ഈ സമർപ്പിക്കുന്ന 4-5 പേര് കൂടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, മറ്റൊരാൾ ഒരു അജി എന്ന് പറഞ്ഞ ഒരാൾ. അവരാണ് ഈ വാതിൽ കൊണ്ടിരുന്നത്. രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിൽ വെച്ച് അവിടുത്തെ മേശാന്തി ഒരു പൂജയൊക്കെ കഴിച്ചാണ് ഇത് അവിടെ രഥത്തെ കയറ്റുന്നത്. ജനപ്രതിനിധികളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ പണസമാഹരണത്തിന്റെ വഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാക്കി. മൂവാറ്റുപുഴയിലെ അജികുമാർ എന്നയാളുടെ വീട്ടിൽ
സ്വർണ്ണപ്പാളികൾ ഒരു രാത്രിയും പകലും സൂക്ഷിച്ചു. ഇതിന് ലക്ഷങ്ങൾ ഈടാക്കി. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അതിനുള്ള സംവിധാനം അവിടെ ചെയ്യണം, എല്ലാം റെഡിയാക്കി വേണമെന്ന് പറഞ്ഞു, അതിനുള്ള പൈസ തന്നേക്കാന്ന് പറഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ എന്നോട് ഒരു ദിവസം അവനോട് ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഇതിനെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചു. എന്നോട് എനിക്കൊരു 10-30 ലക്ഷം മുടക്കുണ്ടെന്ന് പറഞ്ഞു. ഉണ്ണിപ്പോറ്റിയാണ് ഡീലർ, അദ്ദേഹത്തിന്റെ അളിയന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. 24 തിരുവനന്തപുരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയ തട്ടിപ്പുകളിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. പോറ്റിയുടെ തട്ടിപ്പുകൾക്ക് ഭരണസമിതിയും ജീവനക്കാരും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇരുട്ടിൽ നിർത്തുന്നതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. കോടിക്കണക്കിന് വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമല, ദേവസ്വം ബോർഡ് അംഗമോ ജീവനക്കാരനോ അല്ലാത്ത ഒരാൾ ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചുവെന്നത് പുറത്തുവരുന്നത് ഇപ്പോൾ. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് അനുമതിയില്ലാതെ കൈമാറിയതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നത് നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അന്നത്തെ 2019 അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സമാന്തര കേന്ദ്രമാക്കിയതിനെ പ്രതിപക്ഷം രൂക്ഷമായാണ് വിമർശിക്കുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണകൂടവും തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ട ഗുരുതരമായ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പന്നരുമായി ബന്ധം തുടങ്ങിയത് അയ്യപ്പ ഭക്തി മുതലെടുത്ത് ചൂഷണം ചെയ്യാനായിരുന്നു. ദേവസ്വം ബോർഡ് കാഴ്ചക്കാരായോ അതോ അവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. കരൂർ ദുരന്തത്തിൽ TVK നേതാവ് വിജയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അപകടത്തിനു പിന്നാലെ നേതാവ് മുങ്ങിയെന്നും TVK എന്തൊരു പാർട്ടിയാണെന്നും കോടതി പരിഹസിച്ചു. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പരാമർശം നടത്തിയ കോടതി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ദേശീയപാതകളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും കോടതി തൽക്കാലത്തേക്ക് വിലക്കി. അതിനിടെ TVK സംസ്ഥാന ഭാരവാഹികളായ N ആനന്ദിന്റെയും നിർമ്മൽ കുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി തള്ളി. സ്വന്തം പാർട്ടിയുടെ പരിപാടിക്കെത്തിയ സ്ത്രീകളും കുട്ടികളും മരിച്ചു കിടക്കുമ്പോൾ നേതാവ് മുങ്ങി. ഇതെന്ത് നേതാവാണ്? ഇതെന്ത് പാർട്ടിയാണ്? കരൂർ അപകടത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി പ്രിൻസിപ്പൽ ബെഞ്ച് അതിരൂക്ഷ വിമർശനമാണ് വിജയ്ക്കെതിരെ നടത്തിയത്. ഖേദം പ്രകടിപ്പിക്കാതിരുന്ന നേതാവിന്റെ മനോനില വ്യക്തമായി. പാർട്ടി പ്രവർത്തകർ പോലും സംഭവ സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞുവെന്നും കോടതി വിമർശിച്ചു. പിന്നാലെയാണ് നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത്. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. വിജയോട് സർക്കാരിന് വിധേയത്വമുണ്ടോ എന്ന് ചോദിച്ച കോടതി പോലീസിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്നും അഭിപ്രായപ്പെട്ടു. ഇതിനിടെ ദേശീയ സംസ്ഥാന പാതകളിൽ പാർട്ടി റാലികളും പരിപാടികളും നടത്തുന്നത് ഹൈക്കോടതി മധുരൈ ബെഞ്ച് നിരോധിച്ചു. TVK നേതാക്കളായ N ആനന്ദ്, CT നിർമ്മൽകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇരുവരുടെയും അറസ്റ്റ് ഉടനുണ്ടാകും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ തള്ളിയ കോടതി TVKയുടെ ഹർജി ഇന്ന് പരിഗണിച്ചില്ല. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. മണിപ്പാലിലെ ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടോടെയായിരുന്നു അന്ത്യം. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച TJS ജോർജിന് കേരള സർക്കാർ പത്രപ്രവർത്തന രംഗത്തെ ഉന്നത അംഗീകാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപരായിരുന്നു TJS ജോർജ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിലടയ്ക്കപ്പെട്ട പത്രാധിപരാണ് TJS ജോർജ്. 1965 തന്റെ 37-ാം വയസ്സിൽ ബീഹാർ മുഖ്യമന്ത്രി KB സഹായിയെ ധിക്കരിച്ച് പട്ന ബന്ദ് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിനാണ് TJS ജോർജിനെ ജയിലിലടച്ചത്. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനാണ് അന്ന് അദ്ദേഹത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. പത്തനംതിട്ടയിലെ തുമ്പമൺ സ്വദേശിയായ ജോർജ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ ശേഷം 1950 ബോംബെയിലെ ഫ്രീ പ്രസ് ജേണലിലാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചത്. ഇന്ത്യയിലും വിദേശത്തുമായി അരനൂറ്റാണ്ടിലേറെ മാധ്യമപ്രവർത്തനം നടത്തിയ TJS ജോർജ് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ തുടങ്ങിയവയിൽ ജോലി ചെയ്തു. ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ വീക്കിന്റെ സ്ഥാപക പത്രാധിപർ കൂടിയാണ് TJS ജോർജ്.
പത്രപ്രവർത്തക ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഘോഷയാത്ര എന്ന പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു. വി കെ കൃഷ്ണമേനോൻ, നർഗീസ്, MS സുബ്ബലക്ഷ്മി, സിംഗപ്പൂർ മുൻ പ്രസിഡന്റ് ലീ ക്വാൻ യു തുടങ്ങിയവരെ കുറിച്ചുള്ള ജോർജിന്റെ ജീവചരിത്ര കുറിപ്പുകൾ ശ്രദ്ധേയമാണ്. കാൽനൂറ്റാണ്ടോളം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം TJS ജോർജിനെ വായനക്കാരുടെ പ്രിയങ്കരനാക്കി. നൗ ഇസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടിലാണ് കോളത്തിന്റെ അവസാന ലക്കം എഴുതി പൂർത്തിയാക്കിയത്. മകൻ ജീത് തയ്യിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. റിസർച്ച് ഡെസ്ക് 24. പാകിസ്ഥാന് താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ഭീകരവാദത്തെ പിന്തുണച്ചാൽ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുമെന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രതികരണം. ഇതുവരെ കണ്ട യുദ്ധങ്ങൾ പോലെയായിരിക്കില്ല ഭാവിയിലെ യുദ്ധമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും പറഞ്ഞു. ഗുജറാത്തിൽ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കരവ്യോമസേനാ മേധാവികളുടെ മുന്നറിയിപ്പ്. ഭീകരവാദത്തെ പാകിസ്ഥാൻ വീണ്ടും പിന്തുണച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വീകരിച്ച സംയമനം ഭാവിയിൽ ഉണ്ടാകില്ലെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. രാജസ്ഥാനിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കരസേനാ മേധാവി. പാകിസ്ഥാൻ को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना है. अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसे जो स्टेट स्पॉन्सर टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश जो टेररिज्म को स्पॉन्सर कर रहा है उसे रोकना पड़ेगा. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 5 F-16 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ AP സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കരുത്ത് ലോകം കണ്ടെന്ന് വ്യോമസേനാ മേധാവി. We have signs of one C-130 class of aircraft, one AEWC class of aircraft, and at least 4 to 5 fighter aircraft, most likely F-16 because that base happened to be F-16, which would have been under maintenance that time. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു വ്യോമസേനാ മേധാവി. 24 ഡൽഹി. പാക് അധീന കശ്മീരിൽ സംഘർഷം 4ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. സൈനിക വാഹനങ്ങളടക്കം പ്രതിഷേധക്കാർ കത്തിച്ചു. നിരവധി നേതാക്കളെ പാക് സേന അറസ്റ്റ് ചെയ്തു. പാക് അധീന കശ്മീരിൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായ ദൃശ്യങ്ങളാണ് പാക് അധീന കശ്മീരിലെ മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ഭീംബർ എന്നിവിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ജനകീയ പ്രതിഷേധം 4ാം ദിവസത്തിലും രൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ സൈന്യത്തെ ഇറക്കി അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങി. സൈന്യത്തിന്റെ നിരവധി വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പാക് അധീന കശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനെ സമീപിച്ചു. പാക് അധീന കശ്മീരിലെ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാൻ ഉത്തരവാദിയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. We believe that it is a natural consequence of Pakistan's oppressive approach and systemic plundering of resources from these territories, which remain under its forcible and illegal occupation. സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രതിനിധികൾ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇതുവരെ 12 പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. 24 ഡൽഹി. ലഡാക്ക് സംഘർഷത്തിൽ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ സുപ്രീം കോടതിയെ സമീപിച്ച് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ. ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നാണ് ആവശ്യം. സോനം വാങ്ചുക്കിനെതിരായ നടപടികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത വിശദീകരിച്ചു. അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ടാണ് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സുപ്രീം കോടതിയെ സമീപിച്ചത്. മോചനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗീതാഞ്ജലി ആങ്മോ നിവേദനം നൽകിയിരുന്നു. സോനം വാങ്ചുക്കിനെതിരെ തെളിവുകളുണ്ടെന്നും കുറ്റക്കാർ നടപടി നേരിടേണ്ടി വരുമെന്നും ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത. പ്രക്ഷോഭം ദാരുണമായ സംഭവമായിരുന്നുവെന്നും ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂവെന്നും ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. ലഡാക്കിലെ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ കാർഗിൽ ബാർ അസോസിയേഷൻ പ്രതിഷേധമറിയിച്ചു. 6 ദിവസത്തേക്ക് കോടതി ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നിയന്ത്രണം ഏർപ്പെടുത്തിയ ലേയിൽ ഇന്നു മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. വിനീത VG 24 ഡൽഹി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്ന് പരാതി. ഗുരുതര അണുബാധയുണ്ടായിട്ടും മതിയായ ചികിത്സ നൽകിയില്ല എന്നുമാണ് ആരോപണം. പിഴവുണ്ടായിട്ടില്ലെന്നും പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.
9 വയസ്സുകാരി പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലതുകൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. സെപ്റ്റംബർ 24-ലാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് വീണു പരിക്കേറ്റത്. തുടർന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സ്റേ എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചു. വേദന കൂടിയതോടെ 25-ന് വീണ്ടും ചികിത്സ തേടി. കൈയൊടിഞ്ഞാൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ചു. 5 ദിവസത്തിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് മടക്കി അയച്ചത്. ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെടുമ്പോഴും ചികിത്സാ സൗകര്യം ഉറപ്പാക്കിയില്ലെന്ന് അമ്മ പ്രസീദ 24-നോട്. അവര് നോക്കിയില്ല, നേരെ നോക്കിയില്ല, അത്രേ പറയാനുള്ളൂ. അവർ നോക്കിയതാണെങ്കിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം കയ്യിൽ എന്താണ് പറഞ്ഞാൽ ഈ കുത്തിയത് അവർ നേരെ നോക്കണം. കല്ലോ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കുന്ന അവർക്ക് അറിയാലോ. അവരത് നോക്കിയില്ല, പഴുപ്പ് കയറിപ്പോയി. ഇനി പറ്റില്ല. എന്താണ് പറഞ്ഞാൽ കൈ പോയി, അത്ര തന്നെ. കൈ മുറിച്ച് മാറ്റി. സ്ഥിതി ഗുരുതരമായതോടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പരിശോധനാ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും വീഴ്ച സംഭവിച്ചെന്നും പാലക്കാട് DMO TV റോഷ്. ഇതിനിടയിൽ പ്രാഥമിക അന്വേഷണത്തിന് റിപ്പോർട്ട് പുറത്തു വന്നു. DMOയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ കാവ്യ എന്നിവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കുട്ടിക്ക് ചികിത്സ നൽകിയെന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇത് ചികിത്സാ പിഴവല്ല സംഭവിച്ചിട്ടുള്ളത്. ചികിത്സ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ചർ ആയിട്ട് വന്നു, അന്ന് കാഷ്വാലിറ്റിയിൽ വന്നു, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം റിവ്യൂ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് കയ്യിന് ഈ രക്തോട്ടം നിലത്തേക്ക് വരുന്നു. അതാണ് ആ സമയത്ത് നമ്മൾ പ്രശ്നം കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റം നിരോധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനാണ് നിരോധനം. നിരോധന ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടി, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. പ്രജിൻ, നവംബർ ഡിസംബർ മാസങ്ങളിലായി സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. ഇതിനോടൊപ്പമാണ് തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ സ്ഥലം മാറ്റത്തിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റരുത് എന്ന് കാണിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് ഈ ഉത്തരവ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇതര ഉദ്യോഗസ്ഥർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഈ സ്ഥലംമാറ്റ നിരോധന ഉത്തരവ് ബാധകമാണെങ്കിലും അത്യാവശ്യമുള്ള ട്രാൻസ്ഫറുകൾക്കും മറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി നടത്താവുന്നതാണ്. അതാണ് അതിന്റെ വ്യവസ്ഥ. എന്തായാലും തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ടവരുടെ സ്ഥലമാറ്റം നിരോധിക്കുന്ന ഉത്തരവിന് ഇന്നു മുതൽ പ്രാബല്യമുണ്ടാകും. ശരി, ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി അർജുനാണ് മരിച്ചത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മേഘന, എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? പ്രജിൻ, നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ 10 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഇതിൽ നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും ബാലരാമപുരത്തേക്ക് വരികയായിരുന്ന ബൈക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കളിക്കാവിള ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അതിൽ ബൈക്കിനെ ഈ KSRTC ബസ് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ബൈക്കിന്റെ ഒരു ഭാഗം മുഴുവനായും തകർന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഈ മരിച്ചിരിക്കുന്നത് അത് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള അർജുനാണ്. 22 വയസ്സ് മാത്രമാണ് പ്രായം. പ്രദേശവാസികൾ ഈ ബൈക്ക് യാത്രികനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കേളക്കവല സ്വദേശി രാജേന്ദ്രൻ നായരുടെ കുടുംബം ബാങ്കിന് മുന്നിൽ രാത്രിയിലും പ്രതിഷേധം തുടരുകയാണ്. രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായരെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വീടിന്റെ ആധാരം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടാണ് കുടുംബം സമരം ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ശ്രീധരൻ നായരുമായി കുടുംബം പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ എത്തിയത്. 95 വയസ്സുള്ള രോഗിയായ ശ്രീധരൻ നായരെ ബാങ്കിന് മുന്നിൽ കിടത്തിയായിരുന്നു പ്രതിഷേധം. നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ രേഖകൾ വിട്ടു നൽകാനാവില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് വ്യക്തമാക്കി. അവരുടെ ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല.
എന്ന് വെച്ചാൽ ഇതെല്ലാം എന്താ പറയുക കച്ചിയിട്ട് വെച്ചിരിക്കുന്നതാണ്, വിജിലൻസ് കച്ചിയിട്ട് വെച്ചിരിക്കുന്ന രേഖകളാണ്. ആ രേഖകളൊന്നും തന്നെ നമുക്ക് ഒറ്റ അടിക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല. പോലീസ് സ്ഥലത്തെത്തി ശ്രീധരൻ നായരെ ആശുപത്രിയിലേക്ക് മാറ്റി. രേഖകൾ വിട്ടുകിട്ടും വരെ ബാങ്കിന് മുന്നിൽ സമരം തുടരാൻ രാജേന്ദ്രൻ നായരുടെ കുടുംബം തീരുമാനിച്ചു. അച്ഛനില്ല, ഞങ്ങളും അങ്ങോട്ട് വീട്ടിലേക്കും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. സമരം തുടരാനാണ് തീരുമാനം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടയം തിരിച്ചു കിട്ടണം, ധനസഹായം കിട്ടണം, ഇപ്പൊ കട എഴുതണം, ഇത്രയേ ഉള്ളൂ ആവശ്യം. രാജേന്ദ്രൻ നായർക്ക് അനുവദിച്ച വായ്പാ തുക കേസിലെ പ്രതിയായ സജീവൻ കൊല്ലപ്പള്ളിയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് സഹകരണ വകുപ്പിന്റെയും വിജിലൻസിന്റെയും അന്വേഷണത്തിൽ നേരത്തെ വ്യക്തമായതാണ്. 24 വയനാട്. 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.